മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു. ബംഗളൂരുവിലെ മകന്റെ വസതിയിലായിരുന്നു അന്ത്യം. അദ്ദേഹത്തെ വിവിധ മേഖലയിലുള്ളവർ ഓർക്കുകയാണിപ്പോൾ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ നീലൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ശ്രീ നീലൻ, എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ, എസ് ജയചന്ദ്രൻ നായരെ, അദ്ദേഹത്തിന്റെ എഴുത്തുകളെ? വളരെ ഞാൻ തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂരിൽ മംഗളോദയം എന്നൊരു മാസിക ഉണ്ടായിരുന്നു, മംഗളോദയം. അതിന്റെ പത്രാധിപരായിരുന്നു പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. ആദ്യത്തെ EMS കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹം വലിയ എഴുത്തുകാരനായിരുന്നു. അതുപോലെ മാതൃഭൂമി ആഴ്ചത്തിലെ പത്രാധിപന്മാരിലെ NV കൃഷ്ണവാര്യർ പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് ആണെങ്കിൽ പോലും അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനായിരുന്നു, കവിയായിരുന്നു. രണ്ടാമത് അത്രയും തന്നെ പ്രശസ്തനായ ഒരാളാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം പത്രാധിപരായിരുന്നു. പക്ഷെ പത്രാധിപർ എന്നുള്ള സ്ഥാനത്തെക്കാളധികം അറിയപ്പെടുന്ന എഴുത്തുകാരനായിരുന്നു. ഇവരോടൊക്കെ ഒപ്പം നിൽക്കാവുന്ന ഒരു പത്രാധിപരായിരുന്നു എസ് ജയചന്ദ്രൻ നായർ. പക്ഷെ ഇവരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം എപ്പോഴും ഒരു വിളമ്പുകാരൻ മാത്രമായിരുന്നു. അതായത് അദ്ദേഹം പാചകക്കാരനല്ല. മറ്റൊരൊക്കെ സ്വന്തമായിട്ട് പാചകം ചെയ്യുന്നുണ്ട്. മുണ്ടശ്ശേരി നിരൂപകനാണ്, വലിയ നിരൂപകനാണ്. NV കവിയാണ്, മഹാകവിയാണ്. MT ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്. ഈ ജയചന്ദ്രൻ നായരെ സ്വയം ഒന്നും വലിയ കാര്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കാതെ ബാക്കിയുള്ളവർ ഉണ്ടാക്കിയ സാധനങ്ങൾ പാചകം ചെയ്യാൻ മാത്രം നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ പാചകക്കാരന് വളരെ കണിശമായ വിവരങ്ങൾ വേണം. ഒരു ഇലയുടെ എവിടെയാണ് കടുമാങ്ങ വിളമ്പേണ്ടത്, എവിടെയാണ് ഓലം വിളമ്പേണ്ടത്, എവിടെയാണ് എരിശ്ശേരി വിളമ്പേണ്ടത്, എവിടെയാണ് സാമ്പാർ വിളമ്പേണ്ടത്, ഇത് കൃത്യമായിട്ട് അറിയണം ഓരോന്നും. അത് കൃത്യമായി അറിഞ്ഞിരുന്നാൽ ഗംഭീര വിളമ്പുകാരനായിരുന്നു. സ്വയം ഞാൻ പാചകം ചെയ്തതല്ല എന്ന് സ്വയം വിളംബരം ചെയ്യുന്ന ഒരാളായിരുന്നു. എൻ്റെ പല ലേഖനങ്ങളും അദ്ദേഹം കലാവധിയുടെ ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് ജയചന്ദ്രൻ നായരും NRS ബാബു ഉള്ള കാലത്തായിരുന്നു. ആ കാലത്ത് ഞാൻ പലതും അതിൽ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിട്ട് അത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ സന്തോഷം പറയാൻ ചെല്ലുമ്പോൾ ജയചന്ദ്രൻ നായർ പറയാ, അത് നിങ്ങൾ നല്ലത് എഴുതി ഞാനത് കൊടുത്തു എന്നേ ഉള്ളൂ, നിങ്ങൾ നല്ല സാമ്പാർ ഉണ്ടാക്കി ഞാനത് വിളമ്പിയെന്നേ ഉള്ളൂ എന്ന മറ്റുള്ള ഒരു വളരെ വിചിത്രമായ, എല്ലാത്തിനും പിന്മാറിയിരുന്ന ഒരു മനുഷ്യർ. ഇപ്പൊ പിറവിയുടെ തിരക്കഥാ രചനയില് ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്നുള്ളത് എത്ര പേർക്ക് അറിയാം? വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. ആ പിറവി നാഷണൽ അവാർഡ് കിട്ടിയതിന് അതായത് അഭിനയിച്ച എൻ്റെ അച്ഛന് പ്രേംജിക്ക് മികച്ച നടനുള്ള ഭരത് അവാർഡ് കിട്ടി. വലിയ സ്വീകരണങ്ങളൊക്കെ ഉണ്ടായി. അവിടെ ഒന്നും ജയചന്ദ്രൻ നായരെ കണ്ടിട്ടില്ല. ജയചന്ദ്രൻ നായർ അവിടെയൊക്കെ മാറി നിൽക്കും. ഞാൻ ഉണ്ടാക്കിയ ആളല്ല, ഞാൻ വിളമ്പി കൊടുക്കുന്ന ആൾ മാത്രമാണ്. അങ്ങനെ വളരെ വിചിത്രമായൊരു സ്വഭാവമുള്ള വളരെ പക്ഷെ അതേ സമയത്ത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ ഒപ്പവും NV കൃഷ്ണവാര്യരുടെ ഒപ്പവും MT വാസുദേവൻ നായരുടെ ഒപ്പവും തലക്കരം അത്രയും ഉയരമുള്ള ഒരു മനുഷ്യനായിരുന്നു ജയചന്ദ്രൻ നായർ, പത്രാധിപർ എന്നുള്ള എനിക്ക്. പക്ഷെ ഈ ഒരു മാറി നിൽക്കുന്ന സ്വഭാവം, ഞാനൊരു വിളമ്പുകാരൻ മാത്രമാണ് എന്നുള്ളൊരു വിനയം, ഇത് ജയചന്ദ്രൻ നായരിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, മറ്റാരും കണ്ടിട്ടില്ല. അത് വളരെ വിചിത്രമായി തോന്നി. എൻ്റെ തന്നെ പലതും അദ്ദേഹം NRS ബാബുവും ജയചന്ദ്രൻ നായർ ഉള്ളപ്പോഴാണ് കലാഭവനി ഏറ്റവും നല്ല പ്രസിദ്ധീകരണമായിട്ട് വന്നിരുന്നത്. അക്കാലത്തൊക്കെ വന്നിരുന്ന പലതും പ്രസിദ്ധീകരിക്കുമ്പോൾ ഞാൻ സന്തോഷം അറിയിക്കാൻ, അന്ന് ഞാൻ മൊബൈൽ ഫോണൊന്നുമില്ല, ഞാൻ അതിലെ പോകുമ്പോൾ അവിടെ കലാഭവനിയുടെ ഓഫീസിൽ കയറുമ്പോൾ അതിപ്പോ എന്താ, നിങ്ങൾ നല്ല സാധനം എഴുതി ഞാൻ കൊടുത്തതല്ലേ ഉള്ളൂ, അതിന് ഞാൻ ഈ കൊടുക്കണ ആൾക്ക് എന്തായാലും വലിയ മികവ് എന്തായത് അതൊന്നുമില്ല, നിങ്ങൾ എഴുതി നന്നായിട്ടുണ്ട് അതുകൊണ്ട് കൊടുത്തു, നിങ്ങൾ എഴുതി നന്നായില്ലെങ്കിൽ ഞാൻ കൊടുക്കൂല, അത്രേ ഉള്ളൂ. ഇങ്ങനെ മാറി നിന്നിരുന്ന, പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഏറ്റവും മികച്ച പത്രാധിപന്മാരായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി, മംഗളോദയം, ആരും കേട്ടിട്ടുണ്ടാവില്ലേ, മംഗളോദയം എന്നുള്ള മാസികയുടെ പത്രാധിപരായിരുന്നു പ്രൊഫസർ. ശരി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ നീലനാണ് എസ് ജയചന്ദ്രൻ നായരെ അനുസ്മരിച്ചത്.